ഈ രണ്ട് കാര്യത്തിന് ഒരു തെളിവും അദ്ദേഹം പാർട്ടിക്ക് സമർപ്പിച്ചില്ല. ഒരു തെളിവുമില്ല. ഇല്ല, വിയറ്റ്നാം കോളനി സിനിമയിൽ ശങ്കരാടി പറയുന്നത് രേഖ എവിടെ, തെളിവ് എവിടെ, ഇതാ കണ്ടോ, എല്ലാ തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ട് എന്ന് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബൈറ്റ് കേൾക്കണോ താങ്കൾക്ക്? ആര് കുഞ്ഞിക്കണ്ണൻ പറയുമല്ലോ. കുഞ്ഞിക്കണ്ണനാണ് വാദി, കുഞ്ഞിക്കണ്ണനാണ് സാക്ഷി, കുഞ്ഞിക്കണ്ണനാണ് പ്രതി, കുഞ്ഞിക്കണ്ണനാണ് പരാതിക്കാരൻ, പിന്നെ കുഞ്ഞിക്കണ്ണനാണ് സങ്കടക്കാരൻ. അപ്പൊ എല്ലാം കുഞ്ഞിക്കണ്ണനാണല്ലോ. അപ്പൊ കുഞ്ഞിക്കണ്ണപ്പ പറയുന്നത് എവിടെ, അത് എവിടെയാണ്? എനിക്ക് സത്യം പറഞ്ഞ അത് ഇത് ചർച്ച കാണുന്നവർ ചിരിക്കുമെന്നാണ് തോന്നുന്നത്. വേറൊരാളില്ല. എല്ലാ കുഞ്ഞിക്കണ്ണനെ പറയാം. കുഞ്ഞിക്കണ്ണൻ തന്നെ പരാതിക്കാരൻ, കുഞ്ഞിക്കണ്ണൻ തന്നെ പ്രതി, കുഞ്ഞിക്കണ്ണൻ തന്നെ സാക്ഷി. എന്താ പറയാ, തെളിവുകൾ എവിടെയെന്ന് പറഞ്ഞാൽ ശങ്കരാടി തെളിവ്. സാർ അന്വേഷണം നടത്തി. സാർ പാർട്ടി മാസങ്ങളോളം അന്വേഷണം നടത്തിയപ്പോ ഈ കുഞ്ഞിക്കണ്ണൻ സഖാവ് പറയുന്നത് വാസ്തവ വിരുദ്ധമാണ്. അങ്ങനെ വാസ്തവ വിരുദ്ധമാണെങ്കിൽ അങ്ങനെ ഒരു പരാതി ഉന്നയിച്ച ആളിനെ പിന്നീട് എന്തിനാണ് ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുത്തത്? നേരത്തെ ഒരു നടപടി വന്നപ്പോൾ TI മധുസൂദനെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുന്നു. അന്ന് ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ശ്രീ കുഞ്ഞികൃഷ്ണൻ സഖാവിനെ പുറത്താക്കുന്നു. പിന്നീട് കഴിഞ്ഞ വർഷം ജില്ലാ കമ്മിറ്റിയിലേക്ക് അങ്ങനെ വാസ്തവ വിരുദ്ധമായൊരു ആരോപണം ഉന്നയിച്ച ഒരു നേതാവിനെ എന്തിനാണ് ജില്ലാ കമ്മിറ്റിയിലേക്ക് എടുത്തത് കഴിഞ്ഞ വർഷം? ആ തരം താഴ്ത്തത് തന്നെ ഒരു തെളിവല്ലേ സാർ? തരം താഴ്ത്തിയ തെളിവാണ്. കാരണം എന്താണ്, ഇദ്ദേഹം നേരത്തെ പാർട്ടിയുടെ സമ്മേളനത്തിനെതിരെ EP ജയരാജൻ അതാണ് പറഞ്ഞത്, സഖാക്കൾക്കെതിരെ ഇതുപോലെ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പാർട്ടി പറഞ്ഞത് കൊണ്ടാണ് അദ്ദേഹത്തിന് തൽക്കാലം മാറ്റി നിർത്തിയത്. ഇപ്പൊ അദ്ദേഹം പാർട്ടി സജീവമല്ല സാർ. 1-2 വർഷത്തെ പാർട്ടി സജീവമല്ല. അദ്ദേഹം പാർട്ടി നേതാക്കൾക്കെതിരെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾക്കെതിരെ ജനങ്ങൾ സംശയിക്കുന്ന വിധം തെറ്റിദ്ധാരണ ജനങ്ങളെ പടർത്തുന്നത് കൊണ്ട് അദ്ദേഹത്തിന് മാറ്റി നിർത്തി. അത് അദ്ദേഹത്തിന്റെ അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗമാണ്. എന്തുകൊണ്ട് ഇതുവരെ നടപടിയെടുത്തില്ല? വാസ്തവ വിരുദ്ധമായ ഒരു ആരോപണമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഇതുവരെ നടപടിയെടുത്തില്ല? ഇപ്പോ പരസ്യമായി തുറന്നു പറഞ്ഞപ്പോഴാണല്ലോ നടപടിയെടുത്തത്.